ഹായ് ഫ്രണ്ട്സ്, മാലേക്കോട്ടെ വാലിബൻ എ കംപ്ലീറ്റ് ലിജോ ജോസ് പല്ലിശ്ശേരി മൂവി, LJP മൂവി അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം മറ്റൊന്നുകൊണ്ടല്ല, പടം തുടങ്ങുന്നത് മുതൽ എല്ലാ ഫ്രെയിമിലും നമുക്ക് ആ ലിജോ ജോസ് സ്റ്റൈല് കാണാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ മൂവി ഒരു ഫാൻസ് സ്റ്റൈൽ മൂവി അല്ല. നമ്മൾ അത് ആഗ്രഹിച്ചിട്ട് തിയേറ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ വളരെ നിരാശപ്പെട്ട് മടങ്ങേണ്ടി വരും. കാരണം നമ്മൾ തിയേറ്ററിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഇതൊരു ലിജോ ജോസ് മൂവി ആണെന്ന് കരുതിയിട്ട് പോയാൽ ഒരു പകുതി വരെയൊക്കെ നമുക്ക് ഈ പടത്തിൽ ആസ്വദിക്കാൻ പറ്റും. നേരെ മറിച്ച് ഇതൊരു മാസ് ലാലേട്ടൻ്റെ പടമാണോ എന്ന് കരുതി നമ്മൾ തിയേറ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ ഓപ്പണായിട്ട് പറയുകയാണ്, വളരെ നിരാശപ്പെട്ട് മടങ്ങേണ്ടി വരും. കാരണം ഇതൊരു ലാലേട്ടൻ്റെ മാസ് പുലിമുരുകൻ സ്റ്റൈലും മൂവിയൊന്നും അല്ല. ഇതൊരു ലിജോ ജോസ് പല്ലിശ്ശേരി മൂവി. അതായത് മറ്റൊന്നിനു വേണ്ടിയും ഞാൻ എൻ്റെ സ്റ്റൈൽ മാറ്റാൻ തയ്യാറല്ല എന്ന് ലിജോ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് മാലേക്കോട്ടെ വാലിബനിൽ കൂടെ. പടത്തിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഫ്രെയിമുകൾ, ഇതിൻ്റെ ലോങ് ഷോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്രെയിം കാണാൻ നല്ല ഭംഗിയാണ്. എന്താ പറയുക, നമുക്ക് ഒരു പിക്ചറൊക്കെ എടുത്ത് വെച്ച സ്റ്റൈലിൽ ലോങ് ഷോട്ടുകളൊക്കെ കാണാൻ പറ്റും. പക്ഷേ അതിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടിപ്പോയോ എന്ന് നമുക്ക് പല സമയത്തും ലാഗായിട്ട് ഫീൽ ചെയ്യും. അതൊരു പ്രേക്ഷകനെ സംബന്ധിച്ചോളം അതൊരു ലാഗ് ഫീൽ തന്നെയാണ്. എനിക്കും അത് ഫീൽ ചെയ്തു. പിന്നെ പടത്തിൽ ഒരു നോർമൽ ആരാധകനെ സംബന്ധിച്ചോളം പടം ആസ്വദിക്കുന്ന തരത്തിലൊരു വലിയ സ്റ്റോറി കാര്യങ്ങളൊന്നുമില്ല. ഒരു ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു അമർ ചിത്രകഥ, നമ്മൾ ബാലരമ പോലുള്ള പണ്ടത്തെ പുസ്തകങ്ങളിലൊക്കെ വായിച്ചിരുന്ന ഒരു അമർ ചിത്രകഥ എങ്ങനെയാണോ ആ ഒരു രീതിയിലാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ പടം കാണാൻ പോയി കഴിഞ്ഞാൽ പടം ചിലപ്പം ഒരു പകുതി വരെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ വളരെ നിരാശരായി മടങ്ങേണ്ടി വരും. പിന്നെ മോഹൻലാലിനെ നമുക്ക് പരിചയപ്പെടുത്തുന്ന രീതിയൊക്കെ ഇതൊരു വേറെ സ്റ്റൈലിലാണ്. ഒരു പഴയ സിനിമയുടെ ഒരു സ്റ്റൈലിൽ മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതൊരു വെറൈറ്റി ആയി തോന്നി. പക്ഷേ ആ കാണിച്ച അത്രയും ലാലേട്ടന് ഇതിലൊരു മാസ് കാണിക്കാനോ അല്ലെങ്കിൽ തൻ്റെ റോള് കാണിക്കാൻ പറ്റിയോ എന്നൊരു കാര്യം വരുമ്പോൾ ഒരു ലാലേട്ടൻ ഫാൻ ഇല്ല എന്ന് തന്നെയാണ് അഭിപ്രായം. കാരണം ലാലേട്ടനെ പോലെ ഒരാൾ ഇതിൽ കൂടുതലൊക്കെ ചെയ്യായിരുന്നു. ഈ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ ചില ഫൈറ്റ് സീനൊക്കെ വളരെ അടിപൊളിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് സീൻ്റെ കാര്യം പറഞ്ഞപ്പം ഫൈറ്റ് നമ്മൾ പുലിമുരുകനിലൊന്നും കാണുന്ന പോലെ മാരക ഫൈറ്റുകളൊന്നുമല്ല, ഒരു നോർമൽ രീതിയിലുള്ള ഫൈറ്റ്. അതിൻ്റെ BGM ഒക്കെ പറ്റ അബദ്ധമാണ്. ഓപ്പണായിട്ട് പറയുകയാണ്, ഫൈറ്റ് സീനിലൊക്കെ BGM ബേസ് വരുമ്പോഴാണ് നമുക്ക് ആ ഫൈറ്റിൻ്റെ കുറച്ചും കൂടി ഒരു എഫക്റ്റ് വരിക. അതൊന്നും എന്തോ ഇതിൽ വന്നിട്ടില്ല. അതൊക്കെ നിരാശപ്പെടുത്തിയ കാര്യമാണ്. പിന്നെ ഓവറോൾ പടത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒന്ന് തന്നെയാണ്, ഒന്നും പറയാനില്ല. അതേപോലെ തന്നെ സിനിമയുടെ ആർട്ട് വർക്കും അതൊക്കെ അസാധ്യമായിരുന്നു. അതല്ലാതെ ഒരു ഓവറോൾ ഫിലിം എടുത്തു വെച്ച് നോക്കിയാൽ പകുതി നിരാശയും. ഒരു ലിജോ ജോസ് മൂവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അതേ സ്റ്റൈലിൽ തന്നെ അദ്ദേഹം ഇതിലും ചിത്രീകരിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അപ്പോൾ ഞാൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ നമ്മളിതൊരു ലിജോ ജോസ് മൂവി ആയിട്ട് മാത്രം പോവുക. നമ്മളെടുക്കുന്നത് ഒരു ലിജോ ജോസിൻ്റെ ഒരു പടം കാണാൻ വേണ്ടിയിട്ട് ആയിരിക്കണം. അതിൽ ലാലേട്ടൻ്റെ കഴിവിന് പരമാവധി ലാലേട്ടൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ ഫ്രെയിമാണ്. അസാധ്യം, ഒന്നും പറയാനില്ല. ചില ഫ്രെയിമൊക്കെ നമ്മളെ അമ്പരപ്പിച്ച് കളയും. അതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം കേട്ടോ. മലയാള സിനിമയിൽ ഇപ്പം നമ്മൾ നോർമലി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പടങ്ങളും ഒരു റിയൽ സ്റ്റോറി സ്റ്റൈൽ മലയാളത്തിൽ വരുന്ന ഒട്ടുമിക്ക പടങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലിജോ ജോസ് കാണിച്ചു വെച്ചിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. മലയാളത്തിലും ഇത്തരം പടങ്ങളൊക്കെ വരും, അല്ലെങ്കിൽ മലയാളത്തിനും ഇത്തരം പടങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നൊരു രീതി നമുക്ക് കാണിച്ചു തന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. എന്തിനിതിൽ മോഹൻലാൽ ചോദിച്ചാൽ ഈ ഒരു കഥാപാത്രം ചെയ്യാൻ മലയാളത്തിൽ മോഹൻലാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ലാലേട്ടനെ കാസ്റ്റ് ചെയ്തു എന്ന് പറയാം. പിന്നെ കുറേ മിസ്കാസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ ഇൻ്റർവ്യൂവിൻ്റെ സമയത്തൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പക്ക അമർ ചിത്രകഥ കാണുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് ആസ്വദിക്കാൻ കഴിയും. അത്യാവശ്യം ലാഗും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അല്ലെങ്കിൽ. അപ്പോൾ ആ രീതിയിൽ തന്നെ പോയിട്ട് കാണാം. പടം ഓവറോൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ പറഞ്ഞ ബിൽഡപ്പ്
വെച്ചിട്ടൊക്കെ അത്ര അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും മലയാളത്തിലൊരു വെറൈറ്റി മൂവി എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് മലയക്കോട്ടെ വാലിബൻ തീർച്ചയായിട്ടും ഒരു പുതിയ അനുഭവമാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. ഗുഡ് ബൈ, ഇറ്റ്സ് ജോബിൻ ഫ്രം ലോഹിവേസ്.